അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ പാഠത്തിൽ മുനാഫിഖ്, കാഫിർ, മുഅ്മിൻ, മുഅ്മിന്, കാഫിർ, മുനാഫിഖ്, ഈ മൂന്ന് വിഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മുഅ്മിൻ ആരാണെന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. കാഫിർ ആരാണെന്നും പറഞ്ഞു, അല്ലേ? ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം, ആരാണ് മുനാഫിഖ്? മുനാഫിക്കിനുള്ള ശിക്ഷയെക്കുറിച്ചൊക്കെ എന്ത് ചെയ്തു, മേലെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശിക്ഷ ലഭിക്കുന്ന വിഭാഗമാണ് മുനാഫിഖ് എന്നൊക്കെ പറഞ്ഞു. അള്ളാഹുവിൻ്റെ അടുത്ത് ഭയങ്കര ശിക്ഷയാണ് അവർക്കുള്ളത് എന്നൊക്കെ എന്ത് ചെയ്തു, മുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ആരാണ് മുനാഫിഖ്? എന്താ മുനാഫിക്കിൻ്റെ അടയാളം? എങ്ങനെയാണ് മുനാഫിഖ് എന്ന് അറിയാം? വമിൻ അലാമാത്തിൽ മുനാഫിഖി, മുനാഫിക്കിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൽ ഖിയാനത്തു, വഞ്ചന, വൽ കദിബു, കളവ് പറയാം, വൽ അദറു, ചതിക്കുക, വൽ ഫുജൂറു, തെമ്മാടിത്തരം കാണിക്കുക. ഇതൊക്കെയാണ് മുനാഫിക്കിൻ്റെ അടയാളം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അർബഉ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. ഒരാളെടുത്ത് 4 സ്വഭാവങ്ങൾ ഉണ്ടായാൽ, അടയാളങ്ങൾ ഉണ്ടായാൽ അവൻ ഖാലിസായ മുനാഫിക്കാണ്, അവൻ മുനാഫിക്കാണ്. വമൻ കാനത്ത് ഫീഹി ഖസ്ലത്തും മിൻഹാ, ഒരാളെടുത്ത് ഒരു കാര്യമുണ്ടായി, കാനത്ത് ഫീഹി ഖസ്ലത്തും മിനൻ നിഫാഖ്, അതെന്താണ്? നിഫാഖിൻ്റെ അടയാളമായിട്ട് എന്ത് ചെയ്യും, കാരണമായിട്ട് ഈ പറയപ്പെട്ട കാരണങ്ങൾ അവൻ ഉൾക്കൊള്ളുന്നതാണ്. ഹത്താ ഇത് ഒത്തുമിന ഖാന, എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഇത് ഒത്തുമിന ഖാന, അവനെ വിശ്വസിച്ചാൽ അവനെന്ത് ചെയ്യും? നമ്മളെ വഞ്ചിക്കും. അവനെ വിശ്വസിച്ചു, നമ്മൾ നല്ല കാര്യത്തിൽ വിശ്വസിച്ചു അവന്, പക്ഷേ അവനെന്തായിരിക്കും, നമ്മൾ വിശ്വസിച്ച അവൻ നമ്മളെന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു. ഇത് ഒരു മുനാഫിക്കിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇൻ ഹദ്ദസ കദബ, അവൻ എന്തെങ്കിലും സംസാരിച്ചോ, അവൻ വായ തുറന്നാൽ സംസാരിച്ച കളവ്, അതായത് വായ തുറന്നാൽ അവന് കളവേ വരുള്ളൂ. പിന്നെയോ ഇതാ ആഹദ അദറ, അവനെന്ത് ചെയ്തു? ഒരു കരാറ് അവനുമായിട്ട് ഉണ്ടാക്കി, അതവൻ ലംഘിക്കും. വൈദാ ഖാസമ ഫജറ, അവനോട് എന്തെങ്കിലും വിഷയത്തിൽ ചെറിയ തർക്കമുണ്ടായോ അവൻ പിന്നെന്തായിരിക്കും, അവൻ ചീത്ത വിളിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരാൾ വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കുക. അതൊക്കെ മുനാഫിക്കിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കൂട്ടുകാരത്തി നമ്മോട് പറഞ്ഞു, ഇത് അവിടെ കിട്ടോ, നല്ല കാര്യത്തിന് വേണ്ടി എന്നപ്പം എന്ത് ചെയ്തു, ഓളെന്തോ ഒരു അർജൻറ്റായിട്ട് ഇപ്പോൾ വരാം അവിടെ കാത്തു കയറണം. അവളെന്ത് ചെയ്തു, ഇവിടെ പിന്നെ കാത്തിക്കുണ്ടാവും കരുതി മറ്റോൾ വേഗം ഓളെ കാര്യങ്ങൾ ചെയ്ത് വേഗം വരികയാണ്. വന്ന് നോക്കിയപ്പോൾ ആരില്ല, ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് പോയിക്കണേ. അപ്പം ഇവള് വിശ്വസിച്ച് അവിടെ കാത്തു നിന്നു, പക്ഷെ എന്ത് ചെയ്തു, ഓളെ വഞ്ചിച്ച് മറ്റോള് പോയി. ഇങ്ങനെ നിസ്സാരമായ വഞ്ചനക്ക് തീ പൊടിട്ടോ. അപ്പോൾ വഞ്ചിക്കാൻ പാടില്ല, ആരെയും നമ്മൾ വഞ്ചിക്കരുത്. ഭയങ്കര കുറ്റമുള്ള സംഗതിയാണ് വഞ്ചന എന്ന് പറയപ്പെടുന്ന സാധനം. അപ്പോൾ ഇത് അപ്പോൾ വഞ്ചന എന്നുള്ളത്, വഞ്ചിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ അടയാളത്തിൽപ്പെട്ടതല്ല, വഞ്ചിക്കാൻ പാടില്ല. അതേപോലെ തന്നെ സംസാരിച്ചാൽ കളവ് പറയാം. എന്തിനെന്നിട്ടോ ഓരോ കളവ് വിടൽസ് ഇങ്ങനെ വിട്ടിട്ട് തള്ളലേ, ഭയങ്കര തള്ളൽ. എന്നിട്ടോ അത് കേട്ട് ചിരിക്കാൻ ആൾക്കാരുണ്ടാവും, ആ തള്ളൽ കേട്ട് ആസ്വദിക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഇതിന് വേണ്ടിയിട്ട് തള്ളണതേ. എന്താണ് ഇങ്ങനെയൊക്കെ തള്ളിയാൽ? ഇങ്ങനൊന്നും പാടില്ല. സത്യമേ പറയാൻ പാടുള്ളൂ. മഹാനായ മുഹൈദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ റബീഉൽ ആഖിർ മാസമാണ്.
സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ശീലിപ്പിച്ച മഹാനായ ഗൗസുൽ ആലമിൻ്റെ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ പഠിച്ചോനെ. അപ്പോൾ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജീവിതം കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ്? സത്യം പറഞ്ഞിട്ട്, ഉമ്മ പറഞ്ഞു മോനെ സത്യമേ പറയാവൂ, ഏത് ഘട്ടങ്ങളിലും സത്യമല്ലാത്തത് മോൻ്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല എന്ന് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുണ്ടായിട്ട് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിനെ തിരസ്കരിച്ചു മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഉമ്മയുടെ വാക്ക് അത് അപ്പടി ശിരസാവഹിച്ച് വലിയൊരു പ്രയാസഘട്ടത്തിലും മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സത്യം മാത്രം പറഞ്ഞു. ഇതാണ് നല്ല കുട്ടികളുടെ അടയാളം. കയ്പാണെങ്കിൽ പോലും സത്യം പറയാവൂ നമ്മൾ പഠിച്ചിട്ടില്ലേ? സത്യം പറയണമെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഒരാളെക്കുറിച്ച് നമുക്ക് വിലയിരുത്തണമെങ്കിൽ, ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹവുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വരുന്ന വിശ്വാസവും അവിശ്വാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മതി അദ്ദേഹത്തെ അളക്കാൻ. അപ്പോൾ സത്യം പറയാൻ പാടുള്ളൂ. ഉമ്മമാരോട്, രക്ഷിതാക്കളോട്, ഉസ്താദുമാരോട്, അധ്യാപകരോട്, കൂട്ടുകാരികളോട്, കുടുംബക്കാരോട്, എവിടെയാണെങ്കിലും സത്യം പറയാൻ പാടുള്ളൂ. കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാൽ താൽക്കാലിക രക്ഷപ്പെടലേ ഉണ്ടാവുള്ളൂ. പിന്നെ അതങ്ങനെ ശീലിച്ച് പിന്നെ എല്ലായിടത്തും കളവർന്ന് എന്താവും? വലിയ കള്ളത്തിയായി മാറും. അതുകൊണ്ട് മക്കളിൽ ഒരാളും കളവ് എന്നുള്ളത് ജീവിതത്തിലൊപ്പം കൂട്ടി നടത്താൻ പാടില്ല. അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കണം, അതിനോട് ദേഷ്യം ഉണ്ടാകണം. കളവ് പറയാമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇടങ്ങേറായിരിക്കണം. അങ്ങനത്തെ ഒരു ജീവിതം മനസ്സുണ്ടായാലേ നമ്മൾക്ക് രക്ഷപ്പെടുള്ളൂ. കളവ് പാടില്ല. അതൊക്കെ മുനാഫിഖിൻ്റെ അടയാളമാണ്. അതേപോലെ തന്നെ നമ്മളെ എന്ത് ചെയ്തു? ഒരു കരാറ് ചെയ്തു, ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു. നമ്മളെന്ത് ചെയ്തു? ഉപ്പാനോടൊരു കരാറൊക്കെ ചെയ്തു. പക്ഷേ ആ കരാറ് പൊളിച്ചു, വീണ്ടും കരാറ് പൊളിച്ചിട്ട് അതേപടി വീണ്ടും ചെയ്തു. ഇതൊക്കെ മുനാഫിക്കിൻ്റെ അടയാളമാണ്. അപ്പോൾ മുനാഫിക്ക് എന്നുള്ളത് മുനാഫിക്കാവാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇത്തരം മുനാഫിക്കീങ്ങളുമായി നമ്മൾ ബന്ധം കൂടാനും പാടില്ല. അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചാലോ നമ്മളും ജീവിതത്തിൽ അവരുമായി തുടർന്നാൽ നമ്മളും അത്തരം കൂട്ടുകെട്ടിലൂടെ വളരുമ്പോൾ നമ്മളും അങ്ങനെ ആവും. അതാണ് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറഞ്ഞ് അല്ലേ? ചന്ദനത്തിനെ പോയി ചാരി നമ്മൾ, അപ്പോൾ എന്ത് മണക്കും? നമുക്ക് ചന്ദനം മണക്കും. ചാണകമാണ് ഒരാൾ ചാരിയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ചാണകം മണക്കും. അപ്പം നല്ല ആൾക്കാരാണ്, നല്ല കൂട്ടുകാരികളാണോ നമ്മളിതെങ്കിൽ നമ്മൾ നന്നാകും ഓട്ടോമാറ്റിക്കലി. അതല്ല ചീത്ത കൂട്ടുകാരികളോടൊപ്പമാണോ? ക്ലാസ്സിൽ ചീത്ത കൂട്ടുകാരി ഉണ്ട്, പക്ഷേ ഓൾക്ക് ഭയങ്കര കമ്പനിയാണ് ഓളൊപ്പം നടന്നാൽ എന്താവും? ഓള് ദിവസം എന്തെങ്കിലും പുളിയോ മാങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓൾ കൊണ്ടും, അച്ചാറോ, ഇഷ്ടപ്പെട്ട അച്ചാറ് കൊണ്ടും എവിടെയും പോയി ഓള് ഭയങ്കര ധൈര്യശാലിയാണ്. അപ്പോൾ ഓളൊപ്പം കൂട്ടുകൂടുക, ഓളെ കമ്പനിയാക്കുക. എന്തിന്? ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നല്ല കൂട്ടുകാരികളെ കണ്ടെത്തണം. ആ കൂട്ടുകാരികൾ മുഖേന നമ്മൾ നന്മയിലേക്കേ പോവുള്ളൂ. അപ്പോൾ നല്ലതിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം. അതിനെന്ത് വേണം? നല്ലവരോടൊപ്പം കൂട്ടുകൂടണം. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ ആയിരിക്കണം. അതേപോലെ തന്നെ വൈദാ ഹാസം ഫജറ, എന്തെങ്കിലും വിഷയത്തിൽ ചെറിയ തർക്കമുണ്ടായി, മനുഷ്യന്മാരല്ലേ, ഉണ്ടായിക്കൂടായില്ല. ആ തർക്കം ഉണ്ടായാൽ പിന്നെ ചീത്ത വിളിക്കുക, ചീത്ത പറയാം, അതൊന്നും പാടില്ല. നല്ലത് കൊണ്ട് മാത്രം നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മുടെ വാക്ക് കൊണ്ട് ഒരാളുടെയും ഹൃദയത്തിൽ മുറിവ് പറ്റാൻ പാടില്ല. കല്ലുകൊണ്ട് ഒരാളെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞാൽ അതവിടെ എന്തുണ്ടാവും? ഒരു മുറി പറ്റി. ആ മുറി എന്താവും? ഭേദമാക്കാൻ കഴിയും. പക്ഷേ നാവ് കൊണ്ടാണ് നമ്മൾ എറിഞ്ഞതെങ്കിൽ ആ പറ്റിയ വാക്ക് എത്ര ചികിത്സിച്ചാലും മാറിപ്പോകൂല. അതവിടെ ഇങ്ങനെ ആ വാക്കവിടെ എന്തായിരിക്കും? ആ വാക്കവിടെ മനസ്സിൽ തറച്ചിരിക്കും. അത് എടുത്ത് കളയാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് മുനാഫിഖ് ആയി പോവുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറിയ ബാല്യകാല ജീവിതം
ആ ജീവിതം മതി നമ്മളൊക്കെ നന്നായി കിട്ടാൻ. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മാസം നമ്മളൊക്കെ മുഹീദ്ദീൻ മാലകൾ, മൗലിദുകൾ, മുഹീദ്ദീൻ മാലപ്പാട്ടുകൾ അതൊക്കെ പാടിപ്പറഞ്ഞ് അവരുടെ പുണ്യം നമ്മൾ കൈപ്പറ്റണം. മുഹീദ്ദീൻ മാല നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും മുഹീദ്ദീൻ മാല ഒരു വട്ടെങ്കിലും ഒന്ന് പാടണം കേട്ടോ, ചൊല്ലി വെക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ക്ലാസ് ശരിക്കും എന്ത് ചെയ്യുക, പഠിക്കുക, അർത്ഥം വെച്ച് പഠിക്കുക, എഴുതുക, കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വളരെ സിമ്പിളായി കുറച്ചെടുത്തിട്ടുള്ളൂ. പക്ഷെ അത് അടുത്ത് പാടഞ്ഞ് നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.